ഇനി നമ്മളൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് പോകുന്നത്. US-ന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പിന്നാലെ പശ്ചിമേഷ്യയിൽ ആക്രമണവും ഇവർ കടുപ്പിച്ചു കഴിഞ്ഞു. അബുദാബിയിൽ മിസൈൽ വർഷത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. മധ്യ ഇസ്രായേലിലേക്കും ഇറാൻ ആക്രമണം നടത്തി. 6 പേർക്ക് പരിക്കേറ്റതായി എന്നതാണ് വിവരം. ടെൽ അവീവിലും ജെറുസലേമിലും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ബാലിഫിനെയും ഇസ്രയേൽ ഹിറ്റ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയത് തങ്ങളുടെ അപേക്ഷ മാനിച്ചാണെന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അജയ് സുധാബിജു ചേരുന്നു. അജയ്, ഇന്നലെ നമ്മൾ ഇവിടെ കേന്ദ്ര സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ഈ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ച ഒരു കാര്യമായിരുന്നു പാകിസ്ഥാൻ ഈ വിഷയത്തിൽ മധ്യസ്ഥ ശ്രമത്തിന് നടത്തുന്നു, ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന കാര്യം. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത്തരമൊരു നീക്കമുണ്ടാവുന്നുണ്ട്. അതിന് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി പാകിസ്ഥാൻ എക്കാലവും അമേരിക്കയുടെ പക്ഷത്താണ്, അപ്പോൾ നമ്മൾ അമേരിക്കയുടെ പക്ഷത്തല്ല എന്ന കാര്യം കൂടിയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മറിച്ച് ഇതിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന ആവശ്യമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ്റെ നയതന്ത്രം, പാകിസ്ഥാൻ നടത്താൻ പോകുന്ന ഈ മധ്യസ്ഥ ശ്രമങ്ങൾ അത് എത്ര കണ്ട് ഗുണപ്പെടുന്നതാണ്? അത് ഏതെങ്കിലും തരത്തിലുള്ള തുടർ ചർച്ചാ സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ്? സജിത്, ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഏഷ്യയിലുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി പാകിസ്ഥാനെ അമേരിക്ക ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് പണ്ടുതൊട്ട് തന്നെ നിരവധി സംഭവങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. റഷ്യക്കെതിരെ നീക്കങ്ങൾ നടത്താനാണെങ്കിലും അതുപോലെ തന്നെ താലിബാനെ ഒതുക്കാനാണെങ്കിലും എപ്പോഴും അമേരിക്ക പാകിസ്ഥാൻ്റെ സഹായം തേടിയിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാൻ എപ്പോഴും അമേരിക്ക ചില ഏഷ്യൻ രാജ്യങ്ങളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയെല്ലാം പരിഹസിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് പാകിസ്ഥാനെ പോലെ ഇന്ത്യക്ക് ദല്ലാൽ പണിയെടുക്കാൻ സാധിക്കില്ല എന്നാണ്. അതായത് ഇതിനു മുൻപേയും പലതവണ പാകിസ്ഥാൻ ഇത്തരത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇന്ത്യ എല്ലാ കാലത്തും, ചരിത്രപരമായി തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചേരിചേരാ നയമാണ്. ഈ ചേരിചേരാ നയത്തിൽ നിന്ന് ഇന്ത്യ ഇപ്പോഴാണെങ്കിലും ലെവലേശം പിന്നോട്ട് പോയിട്ടില്ല. ആ ഒരു നയം തന്നെയാണ് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് സമാനമായി ഇതിലൊരു മധ്യസ്ഥ ചർച്ചകൾക്ക് നിന്നുകൊണ്ട് ഒരു ദല്ലാളാവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാണ് എസ് ജയശങ്കർ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചത്. എന്തായാലും പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച ഈ മധ്യസ്ഥ ശ്രമം അത് ഇറാൻ തള്ളിക്കളഞ്ഞുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു നാണം കെടുന്ന സാഹചര്യം കൂടി പാകിസ്ഥാന് സംജാതമായിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ അവകാശപ്പെട്ടത് ഇസ്ലാമാബാദിൽ വെച്ച് അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഒരു മധ്യസ്ഥ ചർച്ച